എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷൻ പൂർണ്ണമായും ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ടഫ് ചോദ്യങ്ങൾ ഒരുപാട് ദിവസങ്ങളായി നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഷനാണ്. അപ്പോൾ ഇതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം, അതുപോലെ തന്നെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ചോദ്യം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ദുരന്ത നിവാരണ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണുള്ളത്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്, അതുപോലെ തന്നെ ഓപ്ഷൻസും. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് 2005 ഡിസംബർ 23 ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് സ്പെസിഫിക് ആവാൻ വേണ്ടി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് 2005 നിയമത്തിൽ 11 അധ്യായങ്ങളാണ് ഉള്ളത്, 11 ചാപ്റ്റേഴ്സാണ് ഉള്ളത് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ഇന്ത്യയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും 2 ടയർ സെറ്റപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ദുരന്ത നിവാരണ അതോറിറ്റികൾ നിലവിൽ വന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണിത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതൊക്കെ ശരി ഏതൊക്കെ തെറ്റെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു തവണ കൂടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുകൂടെ വായിക്കുകയാണ്. ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് 2005 നിയമത്തിൽ 11 അധ്യായങ്ങളാണുള്ളത്. ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ഇന്ത്യയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ദുരന്ത നിവാരണ അതോറിറ്റികൾ നിലവിൽ വന്നു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് 2005 ഡിസംബർ 23 എക്സാക്ട് ഡേറ്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ നിയമം അല്ലെങ്കിൽ നാഷണൽ എന്താണ് പറയുക, ദേശീയ ദുരന്ത നിവാരണ നിയമം ഏത് വർഷമാണ്? 2005 നിയമത്തിൽ 11 അധ്യായങ്ങളാണ്, 11 ചാപ്റ്റേഴ്സാണുള്ളത്. ശരിയാണോ? ശരിയാണ്. രണ്ടും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ഇന്ത്യയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ദുരന്ത നിവാരണ അതോറിറ്റികൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസ് നിലവിൽ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇത് 3 ടയർ സിസ്റ്റമാണ് ഉദ്ദേശിച്ചിരുന്നത്, അല്ലാതെ 2 ടയറല്ല. 3 ടയർ സിസ്റ്റമാണ്, അല്ലാതെ 2 ടയർ അല്ല. ദേശീയ തലത്തിലുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലുണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിലും ഉണ്ട്. അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റികൾ എവിടെയൊക്കെയുള്ളത്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ജില്ലാ തലത്തിലുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നിയമം പറയുന്നത് 3 ടയർ സിസ്റ്റമാണ്, 2 ടയർ സിസ്റ്റം അല്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ സിംഗിൾ ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിലപ്പോൾ ഏതാണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണല്ലേ. അപ്പോൾ 1, 2, 4 ആണ് ശരി ഉത്തരം അല്ലേ. 1, 2, 4. അപ്പോൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അതുപോലെ തന്നെ ജില്ലാ തലത്തിലും 3 ടയർ ത്രിതല എന്താ പറയുക സെറ്റപ്പാണ് ഏത്? ഈ പറയുന്ന ദേശീയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പറയുന്ന ദേശീയ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ സെറ്റപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇന്നത്തെ ടഫ് ചോദ്യങ്ങളുടെ സെഷൻ ഇത്രയാണ് ഇവിടെ ചെയ്തു തീർന്നിരിക്കുകയാണ്. ബൈ, ടേക്ക് കെയർ.